മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളോ മറ്റുള്ളവരുടെ നന്മകളോ കാണുന്നില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആവില്ല. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചേർത്തുപിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കുകളും ഓരോ ചേർത്തുപിടിക്കലുകളാണ്. ഭക്തരെ, എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങളും അമിതമായ ആഗ്രഹങ്ങളുമാണ് കൂടുതൽ നഷ്ടത്തിൽ ചെന്നെത്തിക്കുക. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവൻ ദുർബലനാണ്. വീണ്ടും ആഗ്രഹങ്ങൾ ജനിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് ശക്തൻ. ഭക്തരെ, ചില സാഹചര്യങ്ങളിൽ മൗനമാണ് ഉചിതം. നിങ്ങൾക്ക് വില തരാത്ത ഇടങ്ങളിൽ മൗനം പാലിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കു തന്നെ കൊടുക്കുന്ന ബഹുമാനമാണ്. ഭക്തരെ, നിങ്ങളുടെ ശക്തിയെക്കുറിച്ചോ പോരായ്മകളെക്കുറിച്ചോ മറ്റുള്ളവർ വളരെയധികം അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും. ഭക്തരെ, മധുരമുള്ള വാക്കുകൾ എപ്പോഴും ആത്മാർത്ഥമല്ല. ആത്മാർത്ഥമായ വാക്കുകൾ എപ്പോഴും മധുരമുള്ളതുമല്ല. എന്നാൽ വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് പ്രവൃത്തിയിലൂടെ വെളിവാകുന്നു. അതിനാൽ തന്നെ മറ്റുള്ളവരെ അവരുടെ പ്രവൃത്തിയിലൂടെ വിലയിരുത്തുക. ജീവിതം ഹ്രസ്വമാണ്. നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക. ഭക്തരെ, വിജയത്തിൻ്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല. വേദന മറച്ചുകൊണ്ടല്ല, വേദന അറിഞ്ഞുകൊണ്ട് ചിരിക്കണം. തളർന്നവർക്ക് കരുത്താകാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്ത് അറിയിക്കുവാനും. ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ്. കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നുവരും. ഭക്തരെ, അതിയായി ആഗ്രഹിക്കുക. നേടിയെടുക്കണമെന്ന ഇച്ഛാശക്തിയോടെ നിങ്ങളുടെ കഴിവുകൾ വിനിയോഗിക്കുക. വിജയം ഉറപ്പാണ്. സ്നേഹം സ്വാർത്ഥത മാത്രമായി മാറിപ്പോയാൽ അത് പിന്നെ നിലനിൽക്കില്ല, എത്ര ന്യായങ്ങൾ നിരത്തിയാലും. ഭക്തരെ, സുഖവും ദുഃഖവും തമ്മിൽ അധിക ദൂരമില്ല. എന്നാൽ ഇവ രണ്ടിനും ജീവിതത്തിൽ അമിത പ്രാധാന്യം നൽകാതിരിക്കുക. ചെറിയ കാര്യങ്ങൾക്കെല്ലാം ആരെങ്കിലും നിങ്ങളോട് പിണങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ടെന്നാണ്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.